അല്ല, ഞാൻ നിർമ്മിച്ച ഒരു സിനിമയുടെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഒരു വാല്യൂ ഉണ്ടാവും അല്ലെ? ഇല്ല, അത് മറ്റുള്ളവർ ഞാൻ വേറൊരു സിനിമയുടെ ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു രസമായിട്ടുള്ളത്. അല്ല, തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ ഒരു കഥ മുതൽ നമ്മൾ ഇതിന്റെ അകത്ത് ഇൻവോൾവ് ആണല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇവൻ ഇഷ്ടപ്പെട്ടു. പിന്നെ ദിലീപേട്ടൻ എന്ന് പറയുന്ന ഒരു അഭിനേതാവിനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞത് ഒരു നല്ല സിനിമയിലൂടെ. അപ്പൊ അത് നമ്മള് മാജിക് ഫ്രെയിംസ് അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ദിലീപേട്ടൻ്റെ ഒരു പടം നിർമ്മിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. അപ്പം അങ്ങനെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ആ ആളുമായിട്ട് ഒരു നല്ല ബെസ്റ്റ് സിനിമ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അത് സിനിമ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു പുതിയ ഡയറക്ടർ ഇൻഡസ്ട്രിയിലേക്ക് വരുവാണ്, ബിൻഡോ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ. രണ്ടാമത് നമ്മുടെ ഷാരിസ് ആണ് ഇതിന്റെ റൈറ്റർ. ഷാരിസ് ഒപ്പം ഞങ്ങൾ ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മയാണ് ഈ സിനിമ. അപ്പോൾ എല്ലാവരും നമ്മളെ തിയേറ്ററിൽ നിന്ന് എല്ലാവരും വിളിച്ചിട്ട് ലിസ്റ്റ് ചെയ്താലും പടം നല്ല ഉഗ്രനായിട്ടുണ്ട്, പേടിക്കണ്ട, ഒന്നുമില്ല, നന്നായിട്ട് പൊക്കോളും, ടെൻഷൻ ഒന്നും അടിക്കേണ്ട എന്നുള്ളൊരു സാധനം. സിനിമ വരുമ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അതിൻ്റെതായ ചെറിയ ചെറിയ ടെൻഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതൊന്ന് ഇറങ്ങി തിയേറ്ററിൽ നിന്ന് ഫുള്ളാകുന്നവരെ ഉള്ള ഒരു സമയമുണ്ടല്ലോ. അപ്പൊ നമുക്കൊരു ഫുൾ ആക്ഷൻ പാക്ഡ് സിനിമയാണെങ്കിൽ ഫസ്റ്റ് ഡേ ഭയങ്കര ഹൗസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഷോ ഹെവി ബുക്കിംഗ് ആയിട്ടൊക്കെ വരാൻ പറ്റും. നമുക്ക് വേണേലും പബ്ലിസിറ്റി അങ്ങനെ ഒരു ഹെവി മോഡലിൽ പബ്ലിസിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഫാമിലി പിക്ചറാണ്, ഒരു കൊച്ചു സിനിമയാണ്. ജനപ്രിയ നായകൻ എന്നാണ് ദിലീപേട്ടന്റെ ടൈറ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് ജനങ്ങളുടെ ഇടയിൽ പുള്ളിക്കൊരു കുടുംബചിത്രം വേണം എന്നുള്ളത് കൊണ്ടിട്ടാണ് ഈ സിനിമ 150ാമത്തെ ചിത്രമായിട്ട് പുള്ളി തന്നെ സെലക്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ടിട്ട് കുടുംബങ്ങൾക്കും എല്ലാവർക്കും, കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാവർക്കും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആരെയും നിരുത്സാഹപ്പെടുത്തില്ല ഇത്. ഇല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാനൊക്കെ വളരുന്ന ഇപ്പൊ എനിക്കിപ്പോ 37-38 വയസ്സായുള്ളൂ. ഞാനൊക്കെ ദിലീപേട്ടന്റെ സിനിമ കണ്ടിട്ടാണ് വളർന്നേക്കുന്നത്. അപ്പൊ ആ ദിലീപേട്ടനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, നമുക്ക് നല്ല നല്ല ഓർമ്മകളാണല്ലോ ഉള്ളത്. തീർച്ചയായിട്ടും നമ്മള് വേറൊരു സിനിമയ്ക്ക് എടുക്കുന്നേക്കാൾ എഫോർട്ട് ഈ സിനിമയ്ക്ക് എടുത്തു. പുള്ളിയുടെ ഈച്ച് ആൻഡ് എവറി തിങ്, അതായത് കൊച്ചു കൊച്ചു തമാശകൾ പോലും ഞങ്ങൾ അയ്യോ ഇത് ചളിയാവോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലെ ഞങ്ങൾ ടീം വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഈ സിനിമയെ കണ്ടത്. അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാവരും വളരെയധികം ഹാപ്പിയാണ്. ഞങ്ങൾ തുടക്കം മുതൽ ഈ സിനിമ ഒരു കൊച്ചു ചിത്രം എന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഇതിന് കൂടുതൽ ബിൽഡപ്പ് ഒന്നും കൊടുക്കാതെ ആളുകൾ വന്ന് കണ്ട് ഇഷ്ടപ്പെടുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ അത് എല്ലാവരും പറയുമ്പോൾ വളരെയധികം സന്തോഷമാണ്. അല്ല, അങ്ങനെയാണല്ലോ വേണ്ടത്. അതായത് ഒരു വലിയ സിനിമയായിട്ട് മാറുക, എല്ലാം ഒരു 500 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററിൽ 500 പേര് ഇരുന്ന് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സന്തോഷമുള്ളത്. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വലിയ ഹൈപ്പുള്ള ഒരു പബ്ലിസിറ്റി ഈ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഒരു വലിയ ഫൈറ്റ് ഒന്നും ഈ സിനിമയ്ക്കകത്തില്ല. അങ്ങനത്തെ മാസ്സായിട്ടുള്ള ഒരു കാര്യം ഈ സിനിമയ്ക്കകത്ത് ഇല്ലാത്തത് കൊണ്ടിട്ട് നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ആ ലിമിറ്റേഷൻസ് എല്ലാം പാലിച്ചുകൊണ്ടിട്ടാണ് ഞങ്ങൾ തുടക്കം മുതൽ ഈ സിനിമ നോക്കിക്കണ്ടത്. അപ്പോ ഇപ്പൊ എല്ലാവരും പറയുന്നു നല്ലതാണ്, ഇനി ബാക്കിയുള്ളവരും അത് പറയട്ടെ. അങ്ങനെ എല്ലാവരും പറയുമ്പോഴാണല്ലോ ഇത് മൗത്ത് ടോക്കിൽ കൂടെ മാക്സിമം ആളുകളിലേക്ക് പോയി റീച്ച് ആവുക. സന്തോഷം.